കണ്ടുപിടുത്തങ്ങളാണ് മനുഷ്യ പുരോഗതിയുടെ അടിസ്ഥാനം. ഒരു ചെറിയ കണ്ടുപിടുത്തം ലോകത്തെ മാറ്റിമറിക്കുന്നു. അത്തരത്തിൽ ലോകത്തെ മാറ്റിയ ചില കണ്ടുപിടുത്തങ്ങളെ പരിചയപ്പെടാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹെസ് ആൻഡ് വേൾഡ്. ഫസ്റ്റ് വൺ, വൈദ്യുതി ബൾബും ലോകവും. വെളിച്ചമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാനേ കഴിയില്ല. എന്നാൽ 1800 ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായിരുന്ന ഹംഫ്രി ഡേവി ആദ്യ ഇലക്ട്രിക് ലൈറ്റ് കണ്ടുപിടിക്കും വരെ അങ്ങനെയൊരു ലോകമുണ്ടായിരുന്നു. വൈദ്യുതി ബൾബിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് അനേകം ശാസ്ത്രജ്ഞർ ലോകത്ത് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയതായി കാണാം. 1860 മറ്റൊരു ആംഗലേയ ശാസ്ത്രജ്ഞനായിരുന്ന ജോസഫ് സ്വാൻ ഒരു ഉദാഹരണം. 1878 ഇലക്ട്രിക് ബൾബിൻ്റെ പരിഷ്കരിച്ച രൂപം അദ്ദേഹം ലോകത്തിന് സമർപ്പിക്കുകയുണ്ടായി. എങ്കിലും ഈ രംഗത്ത് തോമസ് ആൽവ എഡിസന്റെ പേരാണ് നാം ഓർമ്മിക്കുന്നത്. കാരണം വൈദ്യുതി ബൾബിൻ്റെ ഊറ്റമറ്റ പ്രവർത്തനം എഡിസനാണ് ലോകത്തിന് സംഭാവന ചെയ്യുന്നത്. ഓക്സിജൻ ഇല്ലാത്ത ബൾബിൽ ഒരു കാർബൺ ഫിലമെന്റ് ഘടിപ്പിച്ച് നിർമ്മിച്ച ഈ ബൾബ് 40 മണിക്കൂറിലധികം പ്രകാശിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. 1879 ഈ ശാസ്ത്ര നേട്ടം. സെക്കൻഡ് വൺ, ടെലിഫോൺ ചരിത്രത്തിലെ നാഴികക്കല്ല്. 1876 മാർച്ച് 10 അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ എന്ന വിസ്മയം കണ്ടുപിടുത്തം നടത്തുന്നത്. വിദൂരത്തിലുള്ള ഒരു സന്ദേശം ഒരു വയറിൻ്റെ സഹായത്തോടെ മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്ന അത്ഭുത നേട്ടം ഒട്ടേറെ കാലത്തെ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഗ്രഹാം ബെൽ കണ്ടെത്തുന്നത്. ശബ്ദത്തിൻ്റെ ശാസ്ത്രം എന്താണെന്ന ചിന്തയാണ് ബെല്ലിനെ ഇത്തരമൊരു കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. ഗ്രഹാം ബെല്ലിൻ്റെ അമ്മക്കും ഭാര്യയ്ക്കും കേൾവിശക്തി കുറവായിരുന്നു അത്രേ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് ശബ്ദ സന്ദേശം കൈമാറുന്ന കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ഗ്രഹാമിൻ്റെ സഹായിയായി തോമസ് വാട്സൺ എന്ന മറ്റൊരു ശാസ്ത്രജ്ഞനുമുണ്ടായിരുന്നു. മനുഷ്യർ തമ്മിലുള്ള അകലം കുറക്കാനും ലോകത്തെ ചെറുതാക്കാനും ഈ കണ്ടുപിടുത്തം കൊണ്ട് കഴിഞ്ഞു. തേർഡ് വൺ, അച്ചടിയന്ത്രം. മനുഷ്യ ചരിത്രത്തിലെ വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു ജോഹാനസ് ഗുട്ടൻബർഗിൻ്റെ അച്ചടിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം. താളിയോലകളിലും മരത്തൊലികളിലും എഴുതി ശീലിച്ച മനുഷ്യൻ കടലാസിലേക്ക് അക്ഷരങ്ങൾ കോറിയിടുകയും അവ അച്ചടിച്ച് പുസ്തകങ്ങളും മാസികകളും ഒക്കെയായി വിപണിയിലെത്തുകയും ചെയ്തു. 1439 അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതോടെ വിജ്ഞാനലോകം വിസ്തൃതമായി. അക്ഷരങ്ങളെ പ്രത്യേകം ഉണ്ടാക്കി അവ മെറ്റൽ പലകയിൽ വാചകാനുസരണം നിരത്തിയാണ് ഗുട്ടൻബർഗ് തൻ്റെ അച്ചുകൂടത്തിൽ വിപ്ലവം തീർത്തത്. ഈ രീതി പിൽക്കാലങ്ങളിൽ അദ്ദേഹം പരിഷ്കരിക്കുകയും ഓയിൽ അടിസ്ഥാനമാക്കി അച്ചടി ആരംഭിക്കുകയും ചെയ്തു. മഷി ഉപയോഗിച്ചുകൊണ്ടുള്ള അച്ചടിയും അദ്ദേഹം പരീക്ഷിച്ചു. ബൈബിളായിരുന്നു അദ്ദേഹം തൻ്റെ അച്ചടിശാലയിൽ ആദ്യമായി അച്ചടിച്ചത്. ചരിത്രത്തിൽ ആധുനികമായ ഒരു കാലഘട്ടത്തിന് നാന്ദി കുറിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു എന്നതാണ് അച്ചടി വിദ്യയുടെ പ്രത്യേകത. ഫോർത്ത് വൺ, പോളിയോ വാക്സിനും മനുഷ്യനും. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം വരെ മനുഷ്യ ശരീരത്തിലെ തലച്ചോറിനെയും സ്പൈനൽ കോഡിനെയും ബാധിക്കുന്ന വൈറസ് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ മനുഷ്യനിൽ സൃഷ്ടിച്ചു. ഇതുമൂലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തളർച്ച ബാധിച്ച് അനേകായിരങ്ങൾ മരണപ്പെട്ടു. നവജാത ശിശുക്കളെയും കുട്ടികളെയുമാണ് ഈ വൈറസ് ബാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മരുന്നിൻ്റെ കണ്ടുപിടുത്തത്തിനായി ശാസ്ത്രലോകം 1950 മുതൽ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു. എങ്കിലും അതിൽ വിജയിച്ചത് ജോനാസ് സാൾക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. സ്വന്തം മകനിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പരീക്ഷണം. രോഗിയുടെ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കാതെ തന്നെ വൈറസിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഈ വാക്സിന് കഴിഞ്ഞെന്നുള്ളതാണ് വലിയ പ്രത്യേകത. 1954 മുതൽ ജോനാസ് കണ്ടുപിടിച്ച് മരുന്ന് വ്യാപകമായ രീതിയിൽ കുട്ടികൾക്ക് കുത്തിവെക്കുകയും പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ മരുന്ന് വലിയ വിജയം വരിക്കുകയും ചെയ്തു. ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നും പോളിയോ വൈറസിനെ തുടച്ചു നീക്കിയിട്ടുണ്ട്. എങ്കിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും 3ാം ലോക രാജ്യങ്ങളിലും ഈ വൈറസ് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല. ഫിഫ്ത്ത് വൺ, ഹൃദയം മാറ്റിവെക്കലും ക്രിസ്ത്യൻ ബർണാഡും. ഇന്ന് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു പുതുമയുള്ള കാര്യമല്ല. എന്നാൽ 4 ദശാബ്ദം മുമ്പ് അത്തരമൊരു ശസ്ത്രക്രിയ വലിയ ചലനം സൃഷ്ടിച്ച ഒന്നായിരുന്നു. 1967 ഡിസംബർ 3 ആ അപൂർവ മുഹൂർത്തം. ഒരാളിലെ മിടിക്കുന്ന ഹൃദയം ഒരു സാങ്കേതിക വിദ്യയും ഉപയോഗിക്കാതെ മറ്റൊരാൾക്ക് മാറ്റിവെക്കുക എന്ന അത്ഭുതക്രിയ ചെറുതല്ല. ക്രിസ്ത്യൻ ബർണാഡും ഒരു പറ്റം സർജന്മാരും ചേർന്ന് 5 മണിക്കൂർ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ഈ ദൗത്യം വിജയിപ്പിച്ചത്. അപകട മരണം സംഭവിച്ച ഡെനിൻ ഡാർവലിൻ്റെ ഹൃദയമാണ് മാഷ് കാൻസിക്കക്ക്
മാറ്റിവെച്ചത്. സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഈ സമ്പൂർണ്ണ ഹൃദയ ശസ്ത്രക്രിയ വിജയമായിരുന്നെങ്കിലും 18 ദിവസങ്ങൾക്കു ശേഷം ന്യൂമോണിയ പിടിപെട്ട് രോഗി മരിച്ചു. ആഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ ശബ്ദമുയർത്തിയ ബെർണാഡ് നല്ലൊരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിരുന്നു. ആഫ്രിക്കയെയും ആഫ്രിക്കൻ ജനതയെയും അദ്ദേഹം അതിരറ്റ് സ്നേഹിച്ചു. ആഫ്രിക്കൻ നിയമങ്ങളെ മാറ്റിയെഴുതുന്നതിൽ പങ്കുവഹിക്കാൻ ബെർണാഡിന് കഴിഞ്ഞു. ഇന്ന് ലോകത്ത് സർവ്വസാധാരണമായ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ബെർണാഡിനോട് കടപ്പെട്ടിരിക്കുന്നു. ക്ലോണിംഗ് 1996 ജൂലൈ 5-ാം തീയതി ലോകത്തിന് മറക്കാൻ കഴിയില്ല. അന്നാണ് സ്കോട്ട്ലൻഡിലെ ഇയാൻ വിൽമുട്ട് ക്ലോണിങ്ങിലൂടെ ഡോളി എന്ന ചെമ്മരിയാടിനെ സൃഷ്ടിച്ചത്. പ്രായപൂർത്തിയായ ഒരാടിൻ്റെ സെല്ലിൽ നിന്നും സൃഷ്ടിച്ച ആദ്യ മൃഗമായിരുന്നു ഡോളി. അവളുടെ ജനനം വളരെ രഹസ്യമായാണ് ശാസ്ത്രലോകം ആദ്യമൊക്കെ സൂക്ഷിച്ചത്. ഡോളി തൻ്റെ ജീവിത കാലഘട്ടത്തിനിടയിൽ 6 കുട്ടികൾക്ക് ജന്മം നൽകി. 6-ാം വയസ്സിലായിരുന്നു അവളുടെ മരണം. എങ്കിലും ഡോളിയുടെ ജനനം ശാസ്ത്രലോകത്തിന് ഇന്നും ഒരു അത്ഭുത പ്രതിഭാസമാണ്. 7th വൺ കാഴ്ചയിലെ വിപ്ലവം. അനേക കണ്ടുപിടുത്തങ്ങളുടെ ഒരു തുടർച്ചയാണ് ടെലിവിഷൻ രംഗപ്രവേശം ചെയ്യപ്പെട്ടത്. എങ്കിലും ജോൺ ലോഗി ബെഡാണ് ടെലിവിഷൻ കണ്ടുപിടുത്തത്തിൻ്റെ പിതാവായി ഗണിക്കുന്നത്. ഇദ്ദേഹം ഒരു സ്കോട്ടിഷ് വംശജനായിരുന്നു. 1926 ജനുവരി 26-ാം തീയതി ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ ടെലിവിഷൻ ചിത്രം സംപ്രേഷണം ചെയ്യപ്പെട്ടു. ഈ ഒരു നേട്ടത്തിനു പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനം അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറുകൾക്ക് ശേഷം 2 വർഷത്തെ ഇടവേള കഴിഞ്ഞ് 1928 കളർ പിക്ചറുകളിലേക്ക് ടെലിവിഷൻ കാഴ്ചയെ മാറ്റിയെടുക്കാനും ബെഡിന് കഴിഞ്ഞു. ചിത്രങ്ങളും ശബ്ദം ഒരേ സമയം സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ നേട്ടം. ഈ കണ്ടുപിടുത്തങ്ങളുടെ തുടർച്ചയാണ് ലോകപ്രശസ്ത കമ്പനിയായ മാർക്കോണി EMI കൂടുതൽ വ്യക്തവും ശക്തവുമായ ദൃശ്യചാരുതയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 1937 BBC പേഡിൻ്റെ തത്വങ്ങൾ ഉപയോഗിച്ച് പരിപാടികൾ സംപ്രേഷണം ചെയ്തു. ഇതോടെ ആസ്വാദ ലോകം ടെലിവിഷൻ കാഴ്ചകളുടെ ആരാധകരായി മാറി. ഇന്ന് രാഷ്ട്രീയം, കല, സാമൂഹികം, വിമർശനം തുടങ്ങി ഒട്ടേറെ പരിപാടികൾ നടത്തി ലോകത്തെ ആനന്ദിപ്പിക്കുകയാണ് ടെലിവിഷൻ. എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും വീണ്ടും ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് വരുന്നതുവരേക്ക് ബൈ.